We shall now discuss about an AC circuit containing an inductor only. The inductor അല്ലെങ്കിൽ coil of inductance L is connected to an alternating source. Alternating sourceന്റെ EMF നമുക്ക് V എന്നെടുക്കാം അല്ലെങ്കിൽ E എന്നെടുക്കാം. അപ്പോൾ instantaneous value of voltage V equal to Vm sin omega t. ഇനി ഈ സർക്യൂട്ടിൽ കിർഷോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സിഗ്മ ഐ ആർ ഈക്വൽ ടു സിഗ്മ ഇ അല്ലേ, ഇതാണ് കിർഷോഫ്സ് വോൾട്ടേജ് ലോ. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, ഇൻഡക്ടറും വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് വി ആണ്. പിന്നെ ഇൻഡക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ബാക്ക് ഇ എം എഫ് വിച്ച് ഒപ്പോസസ് ദ അപ്ലൈഡ് ഇ എം എഫ്. ആ ബാക്ക് ഇ എം എഫിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി അല്ലേ. ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് എൻ ഫൈ ഈക്വൽ ടു എൽ ഐ. പിന്നെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. സോ മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. ആൻഡ് ഹിയർ ദ നെഗറ്റീവ് സൈൻ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, വിച്ച് നെഗറ്റീവ് സൈൻ മീൻസ് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ അപ്ലൈഡ് ഇ എം എഫ്. അപ്പോൾ ഇതും കൂടെ ഈ ബാക്ക് ഇ എം എഫ് കൂടെ എഴുതണം, മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. അപ്പോൾ നമുക്ക് ഇതിനെ മറ്റേ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി എൽ ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി. വിൻ്റെ വാല്യൂ നമുക്കറിയാം, വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. നൗ ഫ്രം ദിസ് ഡി ഐ ഈസ് ഈക്വൽ ടു കറണ്ട് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജ് കിട്ടി, നൗ വി ഹാവ് ടു ഫൈൻഡ് ദി കറണ്ട്. എൽ ഈ സൈഡിലേക്ക് വന്നു, വി എം ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി. Now we have to integrate this equation to find I. On integrating we get I equal to Vm by L constants ആണ്. Integral of sin omega t dt. Integral sin തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ആണ്. Integral sin theta equal to minus cos theta. Integral sin theta d theta equal to minus cos theta. So here we have Vm by L minus cos omega t. ഇനി വീണ്ടും ഈ ഒമേഗ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഒമേഗ എന്ന് വരും. ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈ 0 ബൈ ഒമേഗ എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് വി എം ബൈ എൽ ഒമേഗ. ഇനി കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ അല്ലേ. വി നോ ദിസ് ഐഡൻറ്റിറ്റി, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കോസ് ഒമേഗ ടി എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, സൈൻ 90 മൈനസ് ഒമേഗ ടി, സൈൻ 90 മൈനസ് ഒമേഗ ടി. ഇനി we have another identity, minus of sin theta is equal to sin minus theta. എങ്ങനെ എഴുതാം, മൈനസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ മൈനസ് തീറ്റ ആണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് എന്താണ്, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, മൈനസ് സൈൻ 90 മൈനസ് ഒമേഗ ടി എന്നുള്ളതിനെ സൈൻ ഓഫ് മൈനസ് 90 മൈനസ് ഒമേഗ ടി. ഈ മൈനസിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു മൈനസ് തീറ്റ എന്നാക്കാം. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്, സൈൻ മൈനസ് 90 പ്ലസ് ഒമേഗ ടി ഓർ സൈൻ ഒമേഗ ടി മൈനസ് 90. സോ ഈ മൈനസ് സൈൻ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ സൈൻ ഒമേഗ ടി മൈനസ് 90. ഇത് സൈൻ തീറ്റയിൽ മാത്രമേ ഉള്ളൂ അല്ലേ. മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് തീറ്റ. പക്ഷേ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ ഇത് we can replace this by this equation. So we get current I is equal to
കറണ്ട് I is equal to ഇവിടെ ഇതിൽ Vm by L omega minus sin 90 minus omega t എന്നുള്ളതിനെ we can write it as sin omega t minus 90. Now this is the equation for current. Vm by L omega sin omega t minus 90 എന്നുള്ളതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇനി we are replacing Im is equal to Vm by L omega. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഈ സൈൻ തീറ്റ 1 ആയി കഴിഞ്ഞാൽ Vm by L ഒമേഗനെ നമ്മൾ Im എന്നെടുത്തു. അപ്പോൾ ഇവിടെ L ഒമേഗ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് പകരം വരുന്ന ടേമാണ്. And we can call L omega equal to XL equal to inductive reactance. Inductive reactance. അപ്പോൾ Vm by നമ്മൾ സാധാരണ I equal to V by R എന്ന് എഴുതുന്നതിൽ Vm by L omega റെസിസ്റ്റൻസിന് പകരം വരുന്ന ടേമാണ് L omega inductive reactance. So we can write the equation as I is equal to Im sin omega t minus 90. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കറണ്ടിൻ്റെ ഇക്വേഷൻ. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി ഹാവ് ഓൾറെഡി റിട്ടൺ V ഈക്വൽ ടു Vm sin omega t. അപ്പോൾ Vm sin omega t ആണ് വോൾട്ടേജ് എങ്കിൽ കറണ്ട് Im sin omega t മൈനസ് 90 ഡിഗ്രിയാണ്. അതായത് കറണ്ട് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ബിഹൈൻഡ് ആണ് അല്ലേ. ദ കറണ്ട് ഈസ് ലാഗിങ് ദ വോൾട്ടേജ്, ഓർ വി ക്യാൻ സേ ദ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട്. വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നത്. കറണ്ട് ഒരു ഫേസ് ആംഗിൾ 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 റേഡിയനിൽ പറയുകയാണെങ്കിൽ π/2 ബിഹൈൻഡ് ആണ് കറണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഫേസർ ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫേസർ ഇതാണെങ്കിൽ കറണ്ട് എങ്ങനെ വരയ്ക്കണം? വോൾട്ടേജ് എഹെഡും കറണ്ട് 90 ഡിഗ്രി ബിഹൈൻഡുമാണ് അല്ലേ. ഇതാണ് കറണ്ട്. കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെറുതാണ്, കാരണം Vm by XL എന്നുള്ളതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കറണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വോൾട്ടേജ് വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വിചാരിക്കുക. അങ്ങനെ ചരിച്ചിട്ടാണ് വോൾട്ടേജ് വരച്ചിരിക്കുന്നതെങ്കിൽ കറണ്ട് വരയ്ക്കുന്നത് ഇതിന് 90 ഡിഗ്രി ആയിട്ട് 90 ഡിഗ്രി π/2 ആയിട്ട് വേണം കറണ്ട് വരയ്ക്കാൻ. ഓർ വി ക്യാൻ ഡ്രോ ഇറ്റ് ഇൻ ഒരു റൊട്ടേറ്റിംഗ് വെക്ടറിനെയാണ് ഫേസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ വോൾട്ടേജ് തീറ്റ മാറുന്നതിനനുസരിച്ച് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ വോൾട്ടേജ് ഇങ്ങനെയാണ് വോൾട്ടേജ് വരയ്ക്കുന്നതെങ്കിൽ കറണ്ട് 90 ഡിഗ്രി ബിഹൈൻഡ് ആയിട്ട്, വോൾട്ടേജ് ഫ്രണ്ടിലും കറണ്ട് ബാക്കിലും ആയിട്ട് വേണം ഫേസർ ഡയഗ്രാം. ദീസ് ആർ ദ ഫേസർ ഡയഗ്രാം. ഫേസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് വെക്ടർ about the axis. It can rotate with angular velocity omega. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ഈക്വൽ ടു L ഒമേഗ. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആൻ ഇൻഡക്റ്റർ ടു ദ ഫ്ലോ ഓഫ് AC. അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇൻഡക്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒമേഗ ഈക്വൽ ടു 2πf. സോ XL ഈക്വൽ ടു L ഇൻറ്റു 2πf. ഇതാണ് ഫോർമുല. അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കൂടുന്നു. ആസ് എ ഫ്രീക്വൻസി ഓഫ് ദി അപ്ലൈഡ് AC കറണ്ട് ഇൻക്രീസസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. ഇനി DC ആണ് നമ്മൾ കോയിലിലേക്ക് കൊടുക്കുന്നതെങ്കിലോ അതിൻ്റെ ഫ്രീക്വൻസി, ഇപ്പോൾ DC കറണ്ട് ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്? 0 ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്താണ്? 0 ആണ് അല്ലേ. അതായത് ആൻ ഇൻഡക്റ്റർ അലൗസ് DC ടു പാസ് ത്രൂ ഇറ്റ് ഈസിലി, ബട്ട് ബ്ലോക്സ് AC. AC-നെ അത് കടത്തിവിടാൻ അനുവദിക്കുന്നില്ല. ഒരു ഇൻഡക്റ്റർ ഇൻഡക്റ്റൻസ് വിൽ അലൗ DC ടു പാസ് ത്രൂ ഇറ്റ്, ബട്ട് ഇറ്റ് വിൽ ബ്ലോക്ക് AC. Now we have to see the graphical representation also. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ആദ്യം
ഹിയർ വി ആർ പ്ലോട്ടിംഗ് ഒമേഗ ടി. അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ വോൾട്ടേജും കറൻറ്റും പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വോൾട്ടേജ് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ഇതിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സൈൻ കേവ് വരച്ചു. ദിസ് ഈസ് റെപ്രസെൻറ്റിംഗ് വോൾട്ടേജ്. ഇനി നമ്മുടെ ഇക്വേഷൻ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി. ഫേസ് ഡിഫറൻസ് ഉണ്ട് അല്ലേ? 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് കറണ്ട് വരുന്നത്. അപ്പോൾ വോൾട്ടേജ് 0 ആയിരിക്കുന്ന സ്ഥലത്ത് കറണ്ട് ഈസ് മാക്സിമം. ബിഹൈൻഡ് ആണ്, അതുകൊണ്ട് താഴെ വരയ്ക്കണം. വോൾട്ടേജ് 0 ആവുമ്പോൾ കറണ്ട് മാക്സിമം ആണ്. ഇനി വോൾട്ടേജ് മാക്സിമം ആവുമ്പോൾ കറണ്ട് 0. വോൾട്ടേജ് 0 ആവുന്നവിടെ കറണ്ട് ഈസ് അഗെയിൻ മാക്സിമം. വോൾട്ടേജ് ഇവിടെ മാക്സിമം ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ, അവിടെ കറണ്ട് 0 ആണ്. ഇവിടെ 0 ആവുന്നവിടെ കറണ്ട് മാക്സിമം ആണ്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ വരയ്ക്കാം നമുക്ക്. ഇവിടെ മാക്സിമം, ഇത് ഇതാവുന്നവിടെ the current is 0. So this represents current. This is a graphical representation. അപ്പോൾ ഈ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏത് സർക്യൂട്ടിൻ്റെയാണ്, this is the graphical representation of voltage and current through a purely inductive circuit എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? വോൾട്ടേജ് സൈൻ കേവ് ആണ്. ഇനി വോൾട്ടേജ് 0 ആവുന്നവിടെ കറണ്ട് ഈസ് മാക്സിമം ബട്ട് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ വിച്ച് ഷോസ് ദാറ്റ് കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇവിടെ മാക്സിമം ആവുന്നവിടെ കറണ്ട് ഈസ് 0. സോ കറണ്ട് ഈസ് ലാഗിങ്, or we can say the voltage leads the current by 90 degree.